പ്രിയപ്പെട്ടവരെ, ഷെഫി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ് പറയാണ്. നിങ്ങൾ വലിയ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് മനസ്സിലായി. വാട്സപ്പ് ചാനലുകളിലും അതുപോലെ തന്നെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് നിങ്ങൾ പറയുന്നത്. ഒരുപാട് ആളുകൾ നോട്ട് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. പല ആളുകളും ഇന്ന് തന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗം വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ കേരളത്തിൽ നടന്ന ആദ്യകാല ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സമരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ആദ്യം പറഞ്ഞു അഞ്ചുതെങ്ങ് കലാപം, അതിനുശേഷം ആറ്റിങ്ങൽ കലാപം, പിന്നീട് പറഞ്ഞത് പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ നമ്മളിനി അടുത്ത നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ പറയുന്നത് പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഒന്നാം പഴശ്ശി വിപ്ലവം. എന്താണ് ഒന്നാം പഴശ്ശി വിപ്ലവം? വർഷം നോക്കണേ 1793 1797 വരെ 4 വർഷം അല്ലേ? അങ്ങനെ കണക്ട് ചെയ്യുക. 4 വർഷം നീണ്ടു നിന്ന ഒരു യുദ്ധമായിരുന്നു ഇത് ഒന്നാം പഴശ്ശി വിപ്ലവം. അപ്പോൾ 1793 മുതൽ 97 വരെ ഗ്യാപ്പ് എത്ര? 4 വർഷമാണല്ലേ. ഇനി ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് എന്ത് നടക്കാൻ കാരണം? ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കാൻ കാരണം. ഇനി അടുത്ത് നോക്കാം. ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിടിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് ആർക്കാണ്? കുറുമ്പനാട്ട് വീരവർമ്മക്ക്. ആരാണ്? കുറുമ്പനാട്ട്. അപ്പോൾ ശ്രീരംഗപട്ടണത്തിന് ശേഷം അല്ലേ ഒരു കുറുമ്പനായിട്ടുള്ള ആൾക്കാണ് എന്ത് ചെയ്തത്? നമ്മുടെ ബ്രിട്ടീഷുകാർ നികുതി പിരിക്കാൻ വേണ്ടി അവകാശം നൽകിയത്. അപ്പോൾ അതാണ് നമ്മുടെ പഴശ്ശിരാജയെ പ്രകോപിച്ചത് അല്ലേ. അപ്പോൾ കുറുമ്പന് കൊടുത്തപ്പോൾ ആര് കുറുമ്പനായി? പഴശ്ശിരാജ കുറുമ്പനായി. അങ്ങനെ ആലോചിക്കുക. കുറുമ്പനാട്ട് വീരവർമ്മക്ക്, വീരനായ കുറുമ്പനക്കാണ് എന്ത് കൊടുത്തത്? നികുതി പിരിക്കാനുള്ള അവകാശം നൽകിയത്. ഞാൻ അടുത്ത് നോക്കാം. ഒന്നാം പഴശ്ശി കലാപത്തിന്, ഇത് പഴശ്ശി എന്നാണ് നോക്കുക. പഴശ്ശി കലാപത്തിൽ ഏതു നാട്ടുരാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാൻ പഴശ്ശിരാജ ശ്രമം നടത്തിയത്? മൈസൂർ. അപ്പോൾ പഴശ്ശിരാജ പഠിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു നാട്ടുരാജ്യത്തിൻ്റെ പേരാണേത്? മൈസൂർ രാജവംശം എന്നുള്ളത്. അപ്പോൾ മൈസൂർ രാജവംശം കാരണം അന്ന് ബ്രിട്ടീഷുകാരും മൈസൂർ രാജാക്കന്മാരും ശത്രുക്കളായിരുന്നു. അപ്പോൾ അവരുടെ ഒരു മൈസൂർ രാജാക്കന്മാരുടെ സപ്പോർട്ടും നമ്മുടെ പഴശ്ശിരാജയ്ക്ക് ഉണ്ടായിരുന്നു. മൈസൂർ. ഇവിടെ നോക്കുക. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ് അല്ലേ. ആ ഒരു പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ചിറക്കൽ രാജാവാണ് എന്ത് ചെയ്തത്? അതിന് വേണ്ടിയിട്ട് ഇടനിലക്കാരനായിട്ട് നിന്നത്. ഓക്കെ, റെഡിയാണല്ലോ. ഇനി അടുത്ത് നോക്കാം. പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണല്ലേ. അടുത്ത് നോക്കാം. ഒന്നാം പഴശ്ശി വിപ്ലവം ഇത്രയാണല്ലോ കേട്ടോ. ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെ. ഇവിടെ നോക്കുക. ഇവിടെ 5 വർഷ ഗ്യാപ്പാണ്. മുമ്പത് എത്രയായിരുന്നു? 4 ആയിരുന്നു. 1 അപ്പോൾ 1 കൂടിയപ്പോൾ 5 ആയി. അപ്പോൾ 1800 മുതൽ 1805 വരെയാണ്. ഓക്കെ. നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു ഏത്? രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കാൻ കാരണം. പെട്ടെന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ പഴശ്ശി വിപ്ലവങ്ങൾ ഒന്നാമത്തതിൻ്റെ കാരണം എന്തായിരുന്നു? നികുതി പിരിക്കാനുള്ള അവകാശം. രണ്ടാമത്തതോ പെട്ടെന്നുള്ള കാരണം, അല്ലെങ്കിൽ രണ്ടാമത്തതിൻ്റെ കാരണം വയനാടിൻ്റെ മേലുള്ള അധികാരം. നമ്മൾ മുമ്പ് പറഞ്ഞതാണല്ലേ. ഇനി പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങളാണ് ആര്? കുറിച്യർ, കുറുമ്പർ എന്ന് പറയുന്ന 2 പേരാണ്. കുറിച്യർ, കുറുമ്പർ അല്ലേ. സഹായിച്ച വിഭാഗക്കാരാണ് ആര്? കുറിച്യർ, കുറുമ്പർ. ഇനി പഴശ്ശിരാജാവിൻ്റെ സർവ്വ സൈന്യാധിപകനാണ് ആര്? കൈതേരി അമ്പുനായർ. ആരാണ്? കൈതേരി അമ്പുനായർ. ആരാണ്? കൈതേരി അമ്പുനായർ അല്ലേ. ആലോചിച്ചാൽ മതി. നമ്മൾ അമ്പൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്ത് നമ്മളെന്ത് ചെയ്യുക? അവർ സൈന്യത്തിന് കമ്പുണ്ടാവുക കയ്യിൽ അല്ലേ. അപ്പോൾ അമ്പുനാർ, കൈകൊണ്ട് അമ്പ് നെയ്യുന്ന നായരാണെന്ത്?
പഴശ്ശിരാജൻ്റെ സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പു നായർ. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണിത് ഗറില്ല യുദ്ധം അല്ലേ, ഗറില്ല യുദ്ധം അല്ലേ, ഒളിയുദ്ധം എന്നൊക്കെ പറയും. ഒളിയിൽ നിന്ന് കൊണ്ടെന്ത് ചെയ്യുക, ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യേകിച്ച് വയനാട് കാടുകളിലൊക്കെ ഗറില്ല യുദ്ധത്തിന് പേര് കേട്ട അല്ലേ ഒരു സ്ഥലമായിരുന്നു. അതേപോലെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമായിരുന്നു ഇത് ഗറില്ല യുദ്ധം. ബ്രിട്ടീഷുകാർ വിറച്ചു പോയാലും ബ്രിട്ടീഷുകാർക്ക് തീരെ ഒരു ഐഡിയ ഇല്ലാത്ത ഒരു യുദ്ധമായിരുന്നു ഗറില്ല യുദ്ധം. ഇനി എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം 1802. ഇതൊക്കെ പഴശ്ശി വിപ്ലവം നടക്കല്ലേ, 800 മുതൽ 805 വരെ ഇടയിൽ നടന്ന രണ്ടിന് നടന്നാണെന്ത് പനമരം അല്ലേ, മരം രണ്ടല്ലേ, പന മരം രണ്ട് വാക്കുകളിലുള്ള. അപ്പം 1802 ഏതാണ് 1802. ഇനി ഇവിടെ തലക്കൽ ചന്തു ഉണ്ടോ, തലക്കൽ ചന്തു സ്മാരകം നോക്കുക, അത് ചെറിയൊരു എറർ വന്നതാണ്. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, പനമരം, വയനാട് ജില്ലയിൽ പനമരം. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരാ, തോമസ് ഹാർവി ബേബർ. ആരാണ്, തോമസ് ഹാർവി ബേബർ. അപ്പോൾ ആലോചിച്ചാൽ മതി, അന്നത്തെ പഴശ്ശിൻ്റെ സമയത്ത് കളക്ടർക്ക് പണി എന്തായിരുന്നു, ബാബർ പണിയായിരുന്നു അല്ലേ. ബാർബർ എന്താണ് എന്താ പറയുക, നമ്മൾ മുടിവെട്ടുന്ന ആളെ പറയുന്നത് എന്താ പറയുക, ബാർബർ എന്ന് പറയും അല്ലേ ഇംഗ്ലീഷല്ലേ. അപ്പോൾ തോമസ് ആണല്ലേ, തോമസ് ആരാണ്, ബാർബറാന്ന് വിളിച്ചത് അല്ലേ. കളക്ടർ ആരായിരുന്നു, തോമസ് ഹാർവി ബേബർ. അപ്പോൾ ബാർബർ ആയിരുന്നു ആര്, നമ്മുടെ പഴശ്ശി വിപ്ലവം നടക്കുമ്പോൾ അത് കളക്ടർ അല്ലേ, കളക്ടർ ബാർബറ, മുടിവെട്ടുന്ന ആളാണ്. ഇനി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആര്, കേണൽ ആർതർ വെല്ലസി എന്നൊക്കെ പറയല്ലേ, ആർതർ വെല്ലസി. അപ്പോൾ ബ്രിട്ടീഷ് വിപ്ലവത്തെ അടിച്ചമർത്തിയ സൈന്യാധിപൻ അല്ലേ. അപ്പോൾ ബ്രിട്ടീഷ് വിപ്ലവത്തെയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ നമ്മുടെ പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പഴശ്ശി വിപ്ലവം അടിച്ചമർത്തുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ഒരാളെ പേരാണ് കേണൽ ആർതർ വെല്ലസി അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വില്ലർ എന്താ, വില്ല് അല്ലേ, നമ്മൾ അമ്പും വില്ലും ഇല്ലേ. അപ്പോൾ ആർച്ച് എന്നല്ല, മാർച്ച് എന്ന് പറഞ്ഞാൽ വില്ലിന് പറയുന്നല്ലേ, ആർക്ക് എന്നൊക്കെ പറയും നമ്മൾ, അങ്ങനെ അമ്പും വില്ലെന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് ആര്, അങ്ങനെയുള്ള ഒരു ആളാണ് ആലോചിച്ച ആർതർ വെല്ലസി അല്ലേ, ഒരു വില്ലനായ ആളാണ് ആര്, അമ്പ് വെക്കാൻ ആലോചിച്ചാൽ മതി, സൈന്യാധിപൻ. ഇനി നോക്കുക, പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ തലശ്ശേരിയിലെ കളക്ടർ പുൽപ്പള്ളിയിൽ നിയമിച്ച 1200 പോലീസുകാർ അടങ്ങിയ പ്രത്യേക സേന കോൽക്കാർ. മുമ്പ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിരുന്നു കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യന്, ഏത് കോൽക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ 1200 ആ സൈനികരടങ്ങിയിട്ടുള്ള ഒരു സേനയ്ക്ക് വിളിക്കുന്ന പേരാണെന്ത്, കോൽക്കാർ എന്ന് പറയുന്നത്, കോൽക്കാർ. ഇനി പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം 1805 നവംബർ 30. ഏതാണ് 1805 നവംബർ 30. ഇനി കൊല്ലപ്പെട്ട സ്ഥലമാണ് മാവിലാന്തോട്, വയനാട് ജില്ലയിലെ മാവിലാന്തോട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, മാവിലാന്തോട് അല്ലേ, മാവിൻ്റെ തോട് എന്ന് ആലോചിച്ചാൽ മതി, മാവിലാന്തോടിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അദ്ദേഹം കൊല്ലപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടതിൽ, അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. പല ചരിത്രകാരന്മാരും പല രീതിയിലാണത് വ്യാഖ്യാനിക്കുന്നത്. ഇനി പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്ക് തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. ആരാണ്, MT വാസുദേവൻ നായരാണ് എന്ത് ചെയ്തത്, അല്ലേ, ആ പ്രമേയമാക്കിയ ഇതിൽ ചിത്രത്തിൽ അല്ലേ, ഒരു സിനിമയിൽ തിരക്ക് തയ്യാറാക്കിയതാണ് ആര്, MT വാസുദേവൻ നായർ. ഇനി പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പ്. ആരാണ്, KKN കുറുപ്പ്. KKN കുറുപ്പാണ് എന്ത്, പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം രചിച്ചത്. ഇനി പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി. ആ പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ, ചമയം മുണ്ട് അല്ലേ, ചമയം മുണ്ടെടുക്കുക അല്ലേ, ചമയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചമഞ്ഞ് ഒരുങ്ങുക. അപ്പം മുണ്ടാണ് അല്ലേ, ചമയ നമ്മൾ ഉപയോഗിക്കുക മുണ്ടാണ്. അപ്പം മുണ്ടക്കയം ഗോപി, ചമയങ്ങളില്ലാതെ, മുണ്ട അങ്ങനെ വിളിക്കുക. ഇനി കേരളസിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയതാരാ, സർദാർ KM പണിക്കർ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, കേരളസിംഹം എന്ന് വിളിച്ചത് ആരും തന്നെയാണ്, സർദാർ KM പണിക്കർ. യെസ്, വെരി ഗുഡ്. ഇനി ഒരു കൺഫ്യൂഷൻ ഫാക്റ്റാണ് ഇവിടെ നോക്കുക. പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ഗുഹ മലപ്പുറം, പഴശ്ശി ഡാം കണ്ണൂർ, പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാട്, പഴശ്ശി NSS കോളേജ് മട്ടന്നൂർ കണ്ണൂർ. ഇവിടെ നോക്കുക അല്ലേ, പഴശ്ശി നമ്മൾ പറഞ്ഞ് കൊല്ലപ്പെട്ടത് എവിടെയാണ്, മാവിലാന്തോട് അല്ലേ. അപ്പോൾ വയനാടെന്ന് പറഞ്ഞു. അപ്പോൾ പഴശ്ശിൻ്റെ സ്മാരകം ഉള്ളത് എവിടെയാണ്, വയനാടാണ്.
അപ്പോൾ വയനാട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കോഴിക്കോട് എത്തുമ്പോഴേ മ്യൂസിയം കാണുള്ളൂ. മ്യൂസിയം ഇവിടെ ഉള്ളത് കോഴിക്കോടാണുള്ളത്. ഇനി ഗുഹ ഉള്ളതോ മലപ്പുറത്താണ്. മലയിലല്ലേ ഗുഹ ഉണ്ടാവുക. അപ്പോൾ മലപ്പുറത്താണ് ഗുഹ. ഇനി ഡാം കണ്ണൂർ അല്ലേ, കണ്ണൂരിൽ എന്തുള്ളത്, ഡാമുള്ളത്. ഡാം എവിടെ, കണ്ണൂർ. മലപ്പുറം കഴിഞ്ഞ് പിന്നെ വന്ന സമയത്താണ് എന്തുള്ളത്, ഡാമുള്ളത്. ഇനി കോളേജ് ഉള്ളതോ അത് വയനാട് തന്നെയാണ് കോളേജ് ഉള്ളത്. പിന്നെ പഴശ്ശിരാജൻ്റെ എന്താ പറയുക NSS കോളേജ് മട്ടന്നൂർ അല്ലേ, കണ്ണൂർ. അപ്പോൾ ഈ ആദ്യത്തെ ഈ 1, 2, 3, 4 നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ 4 കേട്ടോ. ഡാം, ഗുഹ, മ്യൂസിയം, അതേപോലെ തന്നെ പഴശ്ശിയുടെ സ്മാരകം ഇമ്പോർട്ടൻ്റ് ആണേ. ഇനി മക്കൾ നോക്കുക നിങ്ങൾ, നമുക്കൊരു അടുത്ത് നമ്മൾ നോക്കാൻ പോണത് പ്രധാനമായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അതിന് മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. നമ്മളത് ഒരുപാട് എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളല്ലെങ്കിൽ PSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് നോട്ടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമില്ല, നമ്മൾ പൈസ കൊടുക്കണ്ടല്ലോ. തൊട്ടടുത്തുള്ള ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയാൽ നമുക്ക് പുതിയ വീഡിയോ ചെയ്യാനോ അതേപോലെ തന്നെ എന്താ പറയുക നിങ്ങൾക്കത് അപ്ഡേഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയാൽ വളരെ സന്തോഷമാവും. ഓക്കെ, നമുക്ക് കൂടുതൽ ഇതേപോലെയുള്ള ക്ലാസ്സുകളൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, റെഡിയാണല്ലോ. അതേപോലെ തന്നെ ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും നല്ല നിങ്ങൾക്ക് PSC പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെഡിയാണല്ലോ. അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നോക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണോ ഇവിടെ നിന്ന് ചോദിച്ചത്. UP അസിസ്റ്റൻ്റാണ് 2020 ചോദിച്ച ക്വസ്റ്റ്യനാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ KM പണിക്കർ. ഇത് ഇമ്പോർട്ടൻ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അദ്ദേഹം തന്നെയാണ് കേരള സിംഹം എന്ന് പറയുന്ന ഒരു ചരിത്ര നോവൽ രചിച്ചതും ആരെന്നെയാണ്, സർദാർ KM പണിക്കർ. അദ്ദേഹത്തിന് ആ ഒരു കേരള സിംഹം എന്ന് പറയുന്നതിലാണ് അതിനെ പഴശ്ശിരാജയെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്. ഇതും അതേപോലെ തന്നെ UP എന്താ പറയുക 2022 ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. 2022 ചോദിച്ച ക്വസ്റ്റ്യനാണ്. പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരൻ 17ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിക്കെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു. കേരള സിംഹം എന്നറിയപ്പെടുന്നു. പഴശ്ശിരാജയുടെ യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നഷ്ടങ്ങൾ വരുത്തി. ഓക്കെ, ചെറിയ ഇത് നോക്കണേ, അക്ഷരതെറ്റുകൾ നോക്കാം. അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു അല്ലേ, നമ്മൾ പറഞ്ഞേ കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനാണ്. സി നോക്കുക, കേരള സിംഹം എന്നറിയപ്പെടുന്നു, ശരിയാണ്. പഴശ്ശിരാജയുടെ യുദ്ധമുറ എന്ത് ചെയ്തിട്ടുണ്ട്, വൻ നാശനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, സ്വാഭാവികമാണ്. ഇതിൽ ബി നോക്കുക, 17ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നയിച്ചു അല്ലേ. ഇത് തെറ്റാ, കാരണം എന്താ, മൈസൂറുകാർ വരെ സഹായിച്ച ചെയ്തത്. അപ്പോൾ ഉത്തരം കിട്ടിയെന്താ, ഓപ്ഷൻ ബി ആണെന്ത് ഉത്തരം എന്ന് പറയുന്നത്. റെഡിയാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.